പാസ്റ്റർ ബി കുഞ്ഞുമോൻ അക്ഷരങ്ങളിലൂടെയും ആത്മീയ ശുശ്രൂഷയിലൂടെയും വചനത്തിൻ്റെ അർത്ഥങ്ങൾ തേടുന്ന വേറിട്ടൊരു വ്യക്തിത്വം. ക്രൈസ്തവ പത്രപ്രവർത്തന രംഗത്തും സഭാവേദികളിലും ഒരുപോലെ സജീവമായ അദ്ദേഹം നിലവിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തേടുന്ന ദൈവത്തോട് കൂടെ നടന്നവർ എന്ന ഗ്രന്ഥത്തിലൂടെയും ഹൃദയസ്പർശിയായ വരികൾ കോർത്തിണക്കിയ സ്നേഹാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലൂടെയും എഴുത്തിൻ്റെ ലോകത്തും തൻ്റേതായ ഇടം കണ്ടെത്തിയ പ്രതിഭ, ജീവിതത്തെയും വചനത്തെയും കോർത്തിണക്കുന്ന ഒരു ആത്മീയ രേഖയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ വിവിധ ആനുകാലികങ്ങൾ വായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പോത്തൻകോട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഭാഗമായിരുന്നു. ആ സഭയിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്ന അക്കാലത്ത് സഭയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഉപന്യാസം വായിക്കാൻ വേണ്ടി അക്കാലത്തെ ആനുകാലികങ്ങൾ തപ്പിയെടുത്ത് വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വായനയുടെ ലോകത്തേക്ക് കടന്നത്. ക്രൈസ്തവ ലോകത്തെ ചില ആനുകാലികങ്ങൾ, പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ദൂതൻ മാസിക ഉൾപ്പെടെയുള്ള ചില മാസികകളായിരുന്നു അന്ന് എനിക്ക് ലഭ്യമായിരുന്നത്. അവ ഞാൻ വായിച്ചിരുന്നു. എന്നാൽ മറ്റ് ഇതര മാധ്യമങ്ങൾ വായിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈദിക പഠനം ആരംഭിക്കുന്ന സമയത്താണ് എഴുത്തിലേക്ക് ഞാൻ വരുന്നത്. അന്നുവരെ ഞാൻ എഴുതുകയോ അല്ലെങ്കിൽ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. ആ സമയത്താണ് എഴുതുവാനുള്ള പ്രചോദനം എനിക്ക് ലഭിച്ചത്. ആദ്യമായിട്ട് മാവേലിക്കരയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ക്രൈസ്തവ മാധ്യമത്തിലാണ് ഒരു ലേഖനം എഴുതിയത്. എനിക്ക് എഴുതണമെന്ന് തോന്നി ഒരു രാത്രിയിൽ ഞാനൊരു ലേഖനം എഴുതി അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അത് പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ അടുത്ത മാസം ആ മാസിക വന്നപ്പോൾ ഞാനിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ പേര് അതിൽ കാണാനായിട്ടിടയായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ലേഖനം ആ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച് കണ്ടത്. അതെനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. പിന്നീട് മറ്റ് പല മാധ്യമങ്ങളിലും എഴുതുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. കൂടുതലും ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ആത്മീയ സന്ദേശങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും. ദൈവവചന സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. ദൈവവചനം ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ എത്തുമോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്തിനെക്കുറിച്ചുള്ള പഠനം, തിരുവെഴുത്തിലെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മീയ മേഖലയിൽ വായിക്കാനും എഴുതാനും ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ചില മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ദൈവത്തോട് കൂടെ നടന്നവർ എന്ന പേരിൽ 2007 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അത് ചില മാസങ്ങൾ കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ്. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പരിചിതമായ 2 വ്യക്തികളെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഹാനോക്കിനെക്കുറിച്ചും നോഹയെക്കുറിച്ചുമുള്ള പഠനമാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെക്കുറിച്ചും നോഹയെക്കുറിച്ചും ഒരു വിവരണം, വ്യക്തമായിട്ടുള്ളൊരു വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ കോർത്തിണക്കിക്കൊണ്ട്
എന്താണ് ഹാനോക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാനോക്കും നോഹയും ദൈവത്തോടു കൂടെ നടന്നത്? നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീകമായിട്ടുള്ള ഒരു ജീവിത ശൈലി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സാധ്യമാകുന്ന ഒന്നല്ല. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ അതിൻ്റെ നടുവിലും എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നോഹയും ഹാനോക്കും. ആ രണ്ട് വ്യക്തികളുടെ ജീവിതം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അതിനുള്ള പ്രചോദനമാണ് ലഭിക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ ആദ്യ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിൽ ഹാനോക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പുതിയ നിയമ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ പുസ്തകം ഞാനൊരു കവിതാ സമാഹാരം ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2013 കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പേര് സ്നേഹാക്ഷരങ്ങൾ എന്നാണ്. അത് ദീർഘനാളുകൾ പല ക്രൈസ്തവ ആനുകാലികങ്ങളിലും എഴുതിയിട്ടുള്ള കവിതകൾ ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സമാഹാരമാണ്. അതും ക്രിസ്തുവിങ്കിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദൈവവചനം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ കവിതാ സമാഹാരത്തിലും ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത്. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളരാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ വളരാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിനെയും എൻ്റെ വിശ്വാസ ജീവിതം വളരെയധികം സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിൽ പഠിക്കുക, ചിട്ടയായിട്ടുള്ള പ്രാർത്ഥന, ആത്മീയമായിട്ടുള്ള ജീവിതത്തിനുള്ള പ്രചോദനം വീട്ടിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ആ വിധത്തിലുള്ള സഹകരണം ഉണ്ടാകുന്നു. അതൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വളരെ സഹായകരമായി തീർന്നിട്ടുണ്ട്. പിൽക്കാലത്ത് അതിൻ്റെ എഴുത്തിനെയും വളരെയധികം സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, എഴുതുക, വായിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതലും നമ്മുടെ അച്ചടി മാധ്യമങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയും മറ്റ് ഇതര മേഖലകളിലേക്ക് നമ്മുടെ വായനയുടെ ലോകം വളർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എഴുത്തിനെ വളരെയധികം സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്ന എൻ്റെ ആത്മീയ ജീവിതം തന്നെയാണ്. എൻ്റെ വീട്ടിൻ്റെ പശ്ചാത്തലം, എൻ്റെ പാരൻസ് ആത്മീയമായിട്ട് വളർത്തിയത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയതാണ് എന്നിൽ വലിയ പരിവർത്തനം വരുത്തിയത്. അതുകൊണ്ട് ദൈവവചനമാണ് ആരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എഴുതുന്ന സമയത്ത് മിക്കവാറും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവം ചില ചിന്തകൾ തരാറുണ്ട്. ആ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ആ വിഷയത്തെക്കുറിച്ച് എഴുതാനായിട്ടുള്ള സമയമാകുമ്പോൾ ദൈവം പ്രത്യേകിച്ചുള്ള നിയോഗം തരും. എൻ്റെ ആദ്യകാലങ്ങളിൽ മിക്കവാറും രാത്രി സമയങ്ങളിലാണ് ഞാൻ എഴുതാനായിട്ട് സമയം വേർതിരിക്കാറുള്ളത്. രാത്രി സമയമാകുമ്പോൾ വളരെ നിശബ്ദമായ സമയമാണ്. നമുക്ക് വളരെ ദീർഘമായ സമയം ഇരുന്ന് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ ദൈവം ചില ആശയങ്ങൾ നൽകുന്നു. അത് എഴുതുന്ന സമയത്ത് തന്നെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ, ആശയങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബൗദ്ധിക മേഖലയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്ഭവിക്കുന്ന ഒരു എഴുത്തായിട്ടല്ല ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. ഒരു ദൈവിക നിയോഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ദൈവം കാലാകാലങ്ങളിൽ ദൈവഭക്തന്മാർക്ക് ഓരോ നിയോഗങ്ങൾ നൽകാറുണ്ട്. ആ വിധത്തിൽ എന്നെയും എഴുതാനായിട്ട് ദൈവം എനിക്ക് നിയോഗം നൽകി
ആ ദൈവിക നിയോഗമാണ് എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എഴുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം നൽകിയ നിയോഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ദൈവികമായ നിയോഗത്തിനായിട്ട് നാം നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ തൂലികയെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് എഴുത്തിൻ്റെ മേഖലയിലെ ദൈവികത എന്ന് പറയാനായിട്ട് കഴിയും. ഒരു ആത്മീയ രചയിതാവ് എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് എഴുത്തിനെ കാണേണ്ടുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ എഴുത്തുകാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമാണ്, ദൈവവചനത്തിലുള്ള ആശ്വാസം. ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം അശാന്തിയുടെ ഒരു ലോകമാണ്, സമാധാനമില്ലാത്ത ഒരു ലോകമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ മനുഷ്യൻ സമാധാനവും ശാന്തിയും ഒക്കെ അന്വേഷിച്ചാണ് വരുന്നത്. അവർക്ക് എങ്ങനെയാണ് സമാധാനവും ശാന്തിയും ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വഴി എന്താണ് എന്നുള്ള സന്ദേശം അനിവാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും, ധാരാളം എഴുത്തുകൾ നമുക്ക് ലഭ്യമാണ്, ധാരാളം വാർത്തകൾ അനുദിനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് നടുവിൽ ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന, അവനെ രൂപാന്തരപ്പെടുത്തുന്ന, അവൻ്റെ മനസ്സിനെ ഉണർത്തുന്ന, അവൻ്റെ ആത്മീയതയെ ഒന്ന് ശക്തീകരിക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. നമുക്കറിയാം, പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ മനുഷ്യൻ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ തളർന്നിരിക്കുന്ന മനുഷ്യന് എപ്പോഴും ആശ്വാസമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എഴുത്തിലൂടെ ആശ്വാസവും തളർന്നിരിക്കുന്ന ഹൃദയത്തിന് ധൈര്യവും നൽകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അവൻ്റെ ദൗത്യമാണ് തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ എഴുത്തുകാരന് ഉത്തരവാദിത്വമുണ്ട്. താൻ എഴുതുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നൽകിയ സന്ദേശമാണ് അത് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈമാറുന്നത് എന്നുള്ള ബോധ്യത്തോടെ വേണം ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ തൻ്റെ തൂലിക ചലിപ്പിക്കേണ്ടത്. ദൈവത്തോട് കൂടെ നടന്നവർ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കൃതി. 2007 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. 2, ദൈവത്തോട് കൂടെ നടന്ന നോഹ. ഇവർ 2 പേരും പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാരാണ്. ഇവരുടെ 2 പേരുടെയും ജീവിതത്തിൽ കുറേ സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന 2 വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഹാനോക്കും നോഹയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം, ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോഹയ്ക്ക് ദൈവത്തോടൊപ്പം നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തോടു കൂടെ നടക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. കാരണം അത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് അന്ന് അവർ കടന്നുപോയത്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന് എന്തുമാത്രം പ്രാധാന്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഹാനോക്ക്, ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് എന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചിരിക്കുന്നത്. 7 ചാപ്റ്ററുകളിലായിട്ട് ആ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. 2-ാമത്തെ ഭാഗത്തിൽ ദൈവത്തോടു കൂടെ നടന്ന നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. 8 മുതൽ 28 വരെയുള്ള ചാപ്റ്ററുകളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ദൈവം നോഹയോട് പറയുകയാണ്, ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിൻ്റെ അളവ് ദൈവം കൊടുക്കുന്നു. ഏത് മരം കൊണ്ടാണ് പണിയേണ്ടത് എന്ന് ദൈവം പറയുന്നു. അപ്പോൾ ദൈവം വ്യക്തമായിട്ടുള്ളൊരു കാര്യം നോഹയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോഹ ചെയ്ത കാര്യം താൻ സംശയിക്കാതെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ എന്താണോ ദൈവം തന്നോട് പറഞ്ഞത് അത് അതുപോലെ നിർവഹിക്കുകയാണ്. അന്നുവരെ അത്രയും വലിയ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നോഹ അന്നുവരെയും അത്രയും വലിയ ഒരു പ്രളയം കണ്ടിട്ടില്ല.
പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ ആ വാക്കിനെ അംഗീകരിച്ചുകൊണ്ട് നോഹ പെട്ടകമുണ്ടാക്കുകയാണ്. നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യങ്ങൾ. പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട 8 പേരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ കൈമാറുന്ന സന്ദേശമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് ആകമാനം നൽകുന്ന സന്ദേശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഒരു വ്യക്തി ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മീയ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ, അവന് വിജയകരമായ ആത്മീയ ജീവിതം നയിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കാനായിട്ട് തയ്യാറാകുന്ന ഏതു മനുഷ്യൻ്റെയും മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ അവൻ ദൈവത്തോടു കൂടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഈ 2 വ്യക്തികളുടെയും ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സന്ദേശം. രണ്ടാമത് ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സ്നേഹാക്ഷരങ്ങൾ എന്നുള്ളത്. ഇതൊരു കവിതാ സമാഹാരമാണ്. 25 ചെറിയ കവിതകൾ ഉൾപ്പെടുത്തിയാണ് ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന വിധത്തിൽ ആണ് സന്ദേശങ്ങൾ ഈ കവിത രചിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആശ്വാസം ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിറമിഴികളുമായിട്ട് കടന്നു വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ആശ്വാസം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തക സംഭവങ്ങളിലൂടെ അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നതാണ് ഈ കവിതാ സമാഹാരത്തിൽ. കവിതാ സമാഹാരത്തിലെ ദിവ്യദർശനം എന്ന ഒരു കവിതയുണ്ട്, 3ാമത്തെ കവിതയാണ്. അത് ഒരു വ്യക്തി, വളരെ നിരാശനായ ഒരു വ്യക്തി, ആ വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ചിത്രമാണ്. അതായത് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു വ്യക്തതയില്ലാതെ അലയുന്ന ഒരു മനുഷ്യനാണ്. നിരാശനായ ഒരു വ്യക്തി, ജീവിതത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. എങ്ങോട്ട് പോകണം, ഏത് ദിശയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊന്നും വ്യക്തതയില്ലാത്ത ആ മനുഷ്യൻ തൻ്റെ യാത്രയിൽ എങ്ങനെയോ യേശുവിൻ്റെ അരികിലേക്ക് താൻ എത്തിപ്പെടുകയാണ്. ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിറപൂണ്ട കയ്യുമായി ഞാൻ യേശുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ യേശുവിൻ്റെ അരികിൽ താൻ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടെ ആശ്വാസം ലഭിക്കുകയാണ്, തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയാണ്. അപ്പോൾ സകല മനുഷ്യൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം കർത്താവായ യേശുവിങ്കലുണ്ട്. അവൻ്റെ പാപത്തിന് പരിഹാരമുണ്ട്, അവൻ്റെ ശാപത്തിന് പരിഹാരമുണ്ട്. അവനെ പ്രയാസപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും അതിനൊക്കെ പരിഹാരം നൽകുന്ന യേശുവിൻ്റെ അരികിലേക്ക് ആണ് അവൻ എത്തിയത് എന്നുള്ള ബോധ്യത്തോടെ, സന്തോഷത്തോടെ അവൻ ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ദിവ്യദർശനം എന്ന കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കവിതാ സമാഹാരത്തിലെ 5ാമത്തെ കവിതയുടെ പേര് സമാധാന പ്രഭു എന്നാണ്. സമാധാന പ്രഭുവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. നമുക്കറിയാം, സമാധാന പ്രഭു എന്നാണ് യെശയ്യാ പ്രവാചകൻ യേശുവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമാധാന പ്രഭുവിലേക്ക് എങ്ങനെയാണ് നാം അടുത്തു വരുന്നത്, അല്ലെങ്കിൽ ആ സമാധാന പ്രഭുവിൻ്റെ അടുത്തേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ കവിതയിൽ ഞാൻ വിശദീകരിച്ചിരിക്കുന്നത്. കവിതാ സമാഹാരത്തിലെ 12ാമത്തെ കവിതയായിട്ട് കൊടുത്തിരിക്കുന്നത് മഹത് ശാന്തി എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ആ കവിത രചിച്ചിരിക്കുന്നത്. ശബത്തിൽ ലഭിച്ച ഒരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ്. നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിൽ
ശബത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശബത്തിൽ ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യാദികൾ നിർവഹിക്കുവാനോ ഒന്നും അനുവാദം ഇല്ല. എന്നാൽ അങ്ങനെ ഇരിക്കെയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയത്. അപ്പോൾ ആ വിഷയത്തെ അനുബന്ധിച്ചാണ്, അതായത് ശബത്ത് നാളിൽ ഒരു നന്മയും ആർക്കും പ്രതീക്ഷിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് അവൻ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വിടുതൽ ലഭിക്കുകയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്ന് പറയുന്നത് അത് പ്രീ പ്ലാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് നൽകാറുണ്ട്. പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത നന്മകളും ദൈവം തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകും. അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് വിചാരിക്കുന്ന മേഖലയിലാണെങ്കിലും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതാണ് മഹത് ശാന്തി എന്ന കവിതയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ രചനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതലായിട്ടും നമ്മൾ അതിൻ്റെ ശ്രോതാക്കൾ അല്ലെങ്കിൽ വായനക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ ക്രിസ്തീയ വിശ്വാസികളെയാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. എന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ എഴുത്തിൻ്റെ നമ്മുടെ വായനക്കാരുടെ ആ ലോകം മാറി വരികയാണ്. നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ളവർ മാത്രമല്ല, ഒരു വലിയൊരു പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ രചനകൾ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രസക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് ഇന്ന് വായനയുടെ ലോകം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എങ്ങനെ വായനയിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് കഴിയും? വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം പോലും കുറയുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ശോഷണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല. എവിടെ മനുഷ്യൻ വേദപുസ്തകം വായിക്കുന്നതും അല്ലെങ്കിൽ വായനയുടെ ലോകം മരിക്കുമ്പോൾ അവിടെ മനുഷ്യൻ്റെ അധപ്പതനമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലും വായനയുടെ ലോകം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് നല്ല എഴുത്തുകാരുണ്ടാകണം, നല്ല എഴുത്തുകൾ ഉണ്ടാകണം, എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിൽ പുസ്തക രചനകൾ ഉണ്ടാകേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടമാണ്. അത് എഴുത്തുകാർ എന്നുള്ള നിലയിൽ എഴുത്തുകാർ ഏറ്റെടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആ ഉത്തരവാദിത്വത്തോടെ നാം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, പ്രസാധകരും എഴുത്തുകാരും ഒരുമിച്ച് നിന്നാൽ നിശ്ചയമായിട്ടും ക്രൈസ്തവ രംഗത്ത് നമുക്ക് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കഴിയും. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പല നേട്ടങ്ങളും നമ്മുടെ പുസ്തക രചനയിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കേരള ചരിത്രം തന്നെ നോക്കിയാൽ നമുക്കറിയാം, അച്ചടിയിലൂടെ ഉണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്തതാണ്. ഇന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ബൈബിളിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ മിഷണറിമാരുടെ പങ്കും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് വായനയ്ക്കും എഴുത്തിനും എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് പുതുതായിട്ട് എഴുത്തുകാരും പ്രസാധകരുമൊക്കെ കടന്നു വരണം. പ്രസാധനത്തിലൂടെ ലഭിക്കുന്ന ലാഭം മാത്രമല്ല, അതൊരു ശുശ്രൂഷയായിട്ട് കണക്കാക്കി നാം മുമ്പോട്ട് വന്നാൽ നിശ്ചയമായിട്ടും വലിയ ദൈവികമായ പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതുതായിട്ട് രചനാരംഗത്തേക്ക് വരുന്ന എഴുത്തുകാരോട് എനിക്ക് പ്രബോധിപ്പിക്കാനായിട്ടുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള രചനകളാണ് ആവശ്യമായിട്ടുള്ളത്. പലരും ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്കുകൾ പരിചിതമല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാത്ത പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടുകട്ടിയായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ആശയങ്ങളും കൈമാറാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്.
കൈമാറാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ചെയ്യുന്ന ഉദ്യമത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ രചനകൾ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ അത് കൂടുതൽ പ്രചാരം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉദാഹരണം നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെപ്പോഴും വായിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം മനഃപ്പാഠമാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഷയാണ്. എത്ര ലളിതമായ ഭാഷയാണ്, ആർക്കും ഒറ്റ വായനയെ മനസ്സിലാക്കാൻ കഴിയുന്ന പദങ്ങളാണ് അതിലുള്ളത്. അതിന് കാവ്യഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഓർത്തു വയ്ക്കുവാനും മനസ്സ് സൂക്ഷിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സുമായിട്ട് ഇണങ്ങുന്ന ചേർന്ന് വരുന്ന പല പദപ്രയോഗങ്ങളും നമുക്കവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒറ്റ വായനയിൽ തന്നെ നമ്മുടെ മനസ്സിൽ അത് ഇരിക്കുകയും അത് നമുക്ക് ഓർക്കുവാനും കഴിയും. അപ്പോൾ ലളിതമായിട്ടുള്ള നല്ല ശൈലി, നമ്മുടെ ആശയങ്ങൾ ലളിതമായ ശൈലിയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ ഒറ്റ വായനയിൽ തന്നെ അത് ഏതൊരു വായനക്കാരനും മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ വായന അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത്, നമ്മുടെ ഭാഷ ലളിതമായ ശൈലി ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില ഭാഷകൾ, ചില വാക്കുകൾ നിശ്ചയമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മുടെ ഭാഷയുടെ പരിമിതിയൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും കഴിവതും ലളിതമായിട്ടുള്ള ശൈലി ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ എഴുത്ത് അംഗീകരിക്കപ്പെടും എന്നതിന് സംശയമില്ല. ഭാവി പദ്ധതികൾ എന്ന് പറയുമ്പോൾ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് പ്ലാനുണ്ട്. ഞാൻ എൻ്റെ ഈ 2 പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുടെ പല ചുമതലകളിലും പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ തിരക്കുകളായതുകൊണ്ട് തന്നെ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം അനുവദിച്ചാൽ വരുന്ന വർഷങ്ങളിൽ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുടനെ പ്രസിദ്ധീകരിക്കും.